അങ്ങനെ ഭാവനയുടെ ലോകത്ത് വിഹരിക്കുന്ന മനസ്സ്, പിന്നീട് സൃഷ്ടിക്കുന്ന ചിന്തകൾ, അതിലൂടെ രൂപപ്പെടുന്ന കാരണശരീരം, ഒടുവിൽ സൃഷ്ടിക്കപ്പെടുന്ന അഹന്ത, പിന്നീട് നഷ്ടപ്പെടുന്ന ആത്മബോധം, ഒടുവിൽ ആ വ്യക്തി ഒരു സ്വാംബിയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൂടെ കണ്ടത്. ഇനി എന്താണ് മാറ്റം? എങ്ങനെയാണ് ഇനിയൊരു പുനർജന്മം ഉണ്ടാവുക? ഒരു പുനർജനിക്കു വേണ്ടി നാം തയ്യാറാണെങ്കിൽ ആദ്യം നാം ചെയ്യേണ്ടത് സമയത്തെ നമ്മിൽ നിന്ന് എടുത്തു മാറ്റണം. നമുക്ക് ഭൂതകാലവും ഭാവികാലവും വേണ്ട, നമുക്ക് വർത്തമാനകാലം മാത്രം മതി. ദ ഇമ്പോർട്ടൻസ് ഓഫ് നൗ, ദ പ്രസൻറ്റ്. സമയത്തിൽ നിന്ന് നിങ്ങൾ സാന്നിധ്യത്തിലേക്ക് വരണം. ചിന്തയിൽ നിന്ന് നിങ്ങൾ ശുദ്ധബോധത്തിലേക്ക് മാറണം. 2 ടെക്നിക്കുകൾ: സമയത്തിൽ നിന്ന് സാന്നിധ്യം, ചിന്തകളിൽ നിന്ന് ശുദ്ധബോധം.